ഇനി 2 ദിവസങ്ങൾ മാത്രം എമ്പുരാൻ സിനിമ അങ്ങനെ ഇറങ്ങാനായിട്ട് പോവാണ്. നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്ന വില്ലൻ ആരാന്നുള്ളൊരു കാര്യം കൂടെ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു വലിയ റിവീലേഷൻ കൂടി പറയാൻ പോകുന്ന സമയത്ത് ശരിക്കും ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ തുടക്ക ഭാഗത്ത് തന്നെ നമ്മൾ ആരും കാണാതെ പോയിക്കുന്ന പല വട്ടം കണ്ടിട്ട് പോലും ശ്രദ്ധിക്കാതെ പോയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന്റെ കൂടി ഒരു അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഖുറേഷി അബ്രഹാം ഒരാളാണോ അത് രണ്ടാളാണോ, ഈ ഡ്രാഗൺ ആര് എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. പൊതുവെ എമ്പുരാൻ സിനിമയുടെ അപ്ഡേറ്റുകൾ പറയുന്ന സമയത്ത് ഈ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളൊരു കാര്യം അറിയാം. കാരണം ഡ്രാഗൺ ആരാന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ട് ഇന്ന് ഇന്റർനാഷണലി പല പേജുകളിൽ പോയിട്ട് മലയാളികൾ കമന്റ് ഇടുന്ന സമയത്തൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ഈഗർലി എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഈ ഒരു ഡ്രാഗൺ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇതാര് എന്നുള്ളൊരു കാര്യം പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ഒരു പേര് സ്റ്റീഫൻ നെടുപ്പള്ളിയിൽ നിന്ന് ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് എങ്ങനെ ആ ഒരു പേര് കിട്ടി എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. സ്റ്റീഫൻ എങ്ങനെ ഖുറേഷി അബ്രഹാം ആയിട്ട് മാറി എന്നുള്ളൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് ഖുറേഷി അബ്രഹാം എന്ന് പറയുന്നത് ഒരാളാണോ അതോ രണ്ടാളാണോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിലുകൾ പറയാനായിട്ട് പറ്റൂ. ലൂസിഫർ സിനിമയുടെ തുടക്ക ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിച്ച് ഇന്ദ്രജിത്ത് ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ ഫണ്ടിങ്ങുകൾ നടത്തുന്ന കാര്യത്തിൽ 75% ഫണ്ടിങ് വരുന്നത് അൺനോൺ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പല തരത്തിലുള്ള സോഴ്സുകളിൽ നിന്നും പുറം രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഒരു ഫണ്ടുകൾ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിലോട്ട് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത്, ഏറ്റവും കൂടുതൽ ഫണ്ടിങ് വരുന്നത് ഡ്രഗ് മാഫിയയിൽ നിന്നാന്നുള്ളൊരു കാര്യം കൂടി അവിടെ കൃത്യമായിട്ട് സ്ട്രെസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് ശേഷം കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഫ്രാൻസിൽ വെച്ച് ഷൂട്ട് ചെയ്തേക്കുന്ന രംഗമാണ്. ഫ്രാൻസിലെ ഒരു ഇന്റലിജൻസ് ഓഫീസർ അയാളൊരു കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുകയാണ്. അയാളുടെ ഡാറ്റാസുകൾ പരിശോധിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്റലിജൻസ് എന്ന് പറയുന്ന സമയത്ത് പലതരത്തിലുള്ള ഏജൻസികൾ, അതായത് CIA, M16 എന്ന് പറയുന്ന പലതരത്തിലുള്ള ഇന്റലിജൻസ് ഏജൻസികളുടെ ഇൻഫോർമേഷൻസുകൾ പ്രകാരം ഇവിടെ ഒരാളെ തപ്പുന്നതായിട്ട് ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഒരു സ്ക്രീനിലോട്ടൊന്ന് വ്യക്തമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലവട്ടം ഈ ഒരു സീൻ നമ്മൾ കണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ സീൻ ആരും വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന പേര് പല സ്ഥലങ്ങളായിട്ട് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡാറ്റകൾ പല സ്ഥലങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും മൂലയ്ക്കായിട്ട് ആരും കാണരുത് എന്നുള്ള രീതിക്ക് അത്രയും മൈന്യൂട്ട് ആയിട്ട് ഒരു മൈക്രോ സെക്കൻഡിൽ മാത്രം കാണാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള ഒരു ഹെഡ്ലൈൻ തന്നെയായിരുന്നു. ഖുറേഷി അബ്രഹാം ഡുവറ്റ് ഓർ സോളോ. ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഒരാളാണോ അത് രണ്ടാളാണോ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഈസ് ദ നിയോ ഇലുമിനാറ്റി ഗാങ് കമാൻഡഡ് ബൈ 2 heads or 1 ഓർ നൺ അറ്റ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റിനോട് കൂടിയിട്ടാണ് ഇവിടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ബീൻ ആൻ അൺസോൾവ്ഡ് റിഡിൽ for all the major enforcement channels like CIA, M16, RAW, Mossad and SVR and any little evidence thus has surfaced on the document എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അവിടെ ഒരു കാര്യം കൃത്യമായിട്ട് സ്ട്രെസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവിടെ US-നും ഫ്രഞ്ചിനും ഖുറേഷി അബ്രഹാമിന്റെ ഒരുപാട് ഇമേജസുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിലും ഇവിടെ താഴെ ഒരു പോയിന്റ് നോട്ട് ചെയ്തേക്കുന്നതായിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഖുറേഷി ആൻഡ് അബ്രഹാം ആർ 2 different individuals എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ സ്ട്രെസ് ചെയ്തേക്കുന്നത്. അതായത് ഒരു ചോദ്യമാണ്, ഖുറേഷി ആൻഡ് അബ്രഹാം എന്ന് പറയുന്ന ഒരു കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് 2 പേരാണോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. അതായത് ഇത്രയും വലിയൊരു ഇൻഫേമസ് നെക്സസ്, ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഒരു നെക്സസ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സിൻഡിക്കേറ്റിനെ അല്ലെങ്കിൽ ഒരു നെക്സസിനെ ഹെഡ് ചെയ്യുന്നത് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരാളാണെന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ലാലേട്ട കഥാപാത്രമാണെന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ CIA, M16, RAW, Mossad and SVR എന്ന് പറയുന്ന സമയത്ത് CIA എന്ന് പറയുന്ന അമേരിക്കയാണ്, M16 എന്ന് പറയുന്നത് മൊസാദ് എന്ന് പറയുന്ന റഷ്യയുടെയാണ്. M16, RAW പോലെയുള്ള പലതരത്തിലുള്ള ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഖുറേഷി അബ്രഹാം എന്ന് പറയുന്നത് ഒരാളാണോ അത് രണ്ടാളാണോ എന്നുള്ളൊരു ചോദ്യമാണ് അവരുടെ റിസോഴ്സുകളിൽ അവർ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ സിനിമയിൽ ഖുറേഷി ആൻഡ് അബ്രഹാം എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങൾ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ ആവണം എന്നുള്ളൊരു നിർബന്ധമല്ല പറയുന്നത്. പക്ഷേ ലൂസിഫർ സിനിമയുടെ തുടക്ക ഭാഗത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി നോക്കാം. മൈക്രോ സെക്കൻഡിൽ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു ആംഗിളിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇവിടെ അതിനുശേഷം ഖുറേഷി അബ്രഹാമിന്റെ ഒരു ഫോട്ടോ ബാക്ക് ഷോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ബാക്ക് ഷോട്ട് കാണിച്ചതിന് ശേഷം ഒരു ഇന്റലിജൻസ് ലൈൻ ഒരു കോള് പോകുന്നുണ്ട്. അവരുടെ തന്നെ ഒരു സീക്രട്ട് നെറ്റ്വർക്കിലൂടെ ഒരു കോള് പോകുന്നുണ്ട്. ഈ കോള് നേരെ പോകുന്നത് മിഷേൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലോട്ടാണ്. മിഷേൽ എന്ന് പറയുന്നത് ഇന്റലിജൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന അവരുടെ ഒരു കമാൻഡിംഗ് ഓഫീസർ ആയിരിക്കാം, അല്ലെങ്കിൽ ആർമിയിലുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ CIA പോലുള്ള ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. ആരാണ് ഈ മിഷേൽ എന്നുള്ളൊരു കഥാപാത്രം എന്നുള്ളൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ L2E, അതായത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മിഷേൽ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് മിഷേൽ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത്. മിഷേൽ എന്ന് പറയുന്ന കഥാപാത്രം ഈ സിനിമയിൽ ഖുറേഷി അബ്രഹാമിന് എതിരെ നിൽക്കുന്ന ഒരാളാണെന്ന് പറയുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായിട്ട് ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന കഥാപാത്രത്തിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഹണ്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് വേണ്ടപ്പെട്ടേക്കുന്ന ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഇന്റലിജൻസിൽ നിൽക്കുന്ന ഒരാളോ മരണപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ടായേക്കാം.
അതിന്റെ കൂടിയിട്ടുള്ളൊരു ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഗ്രഡ്ജും കൂടി വെച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു കഥാപാത്രം മിഷേൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഖുറേഷി അബ്രാമിനോട് റിവഞ്ച് തീർക്കാനായിട്ട് വരുന്നുണ്ടാവും. പല രാജ്യങ്ങളിൽ നോട്ടമിട്ട് വെച്ചേക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്, ഒരു നെക്സസ് ആണ് ബേസിക്കലി ഈ ഒരു ഖുറേഷി അബ്രാം ഗ്യാങ് എന്ന് പറയുന്നത്. സോ അവരെ തീർക്കാനായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് ഈ മിഷേൽ എന്ന് പറയുന്നത്. അവരൊരു ഇന്റലിജൻസ് ഓഫീസർ ആണെന്നൊരു കാര്യം നമുക്ക് ഇവിടെ തന്നെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഖുറേഷി അബ്രാം എന്ന് പറയുന്ന 2 പേരാണെന്നുണ്ടെങ്കിൽ, ഒരാൾ മോഹൻലാൽ ആണെന്നുണ്ടെങ്കിൽ അതിന് മേലെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു കഥാപാത്രം ആരായിരിക്കും, മറ്റേ കഥാപാത്രം ആരായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ചിന്തിച്ചായിരുന്നത്. കുറെ ആൾക്കാർ പറഞ്ഞേക്കുന്ന പോലെ, കുറെ ആൾക്കാർ ഒരു അസംഷൻ പോലെ ഇവിടെ ലാലേട്ടൻ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഹെലികോപ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്, കയറി പോകാനായിട്ടാണെന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഷോട്ട് സ്പെസിഫിക്കലി എടുത്ത് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് ഹെലികോപ്റ്ററിൽ ഒരാൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിന്റെ പോലെ തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയധികം ഒരു സ്റ്റാർ വാല്യൂ ഉള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടറിനെ ആയിരിക്കണമല്ലോ ആ ഒരു ഹെലികോപ്റ്ററിനകത്ത് ഉണ്ടാവാനായിട്ട്. എനിക്കിത് കണ്ട സമയത്ത് പെട്ടെന്ന് ഓർമ്മ വന്നത് മാണിക് ഭാഷ എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. ഭാഷ എന്ന് പറയുന്ന സിനിമ കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും മാണിക് ഭാഷ എന്ന് പറയുന്ന ഒരു പേര് എങ്ങനെയാണ് വന്നതെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ കൂടി പേര് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു മാണിക് ഭാഷ എന്ന് പറയുന്ന ഒരു പേര് വന്നേക്കുന്നത്. സോ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന 2 പേര് വന്നേക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഫ്രണ്ടിന്റെ കൂടി പേരായിരിക്കാം, അല്ലെങ്കിൽ ഈ നെക്സസിന്റെ പേരായിരിക്കാം. എനിവേസ് 2 ആളുണ്ടെന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു സൂചനകൾ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ എംബ്രാൻ ടീമിന്റെ ഭാഗത്തു നിന്ന് ഒരു കിഡ്ലിന് ഒരു പോസ്റ്റർ വന്നായിരുന്നു. ഒരുപാട് പോസ്റ്ററുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു പോസ്റ്റർ വന്നേക്കുന്ന സമയത്ത് ഇത്രയും മാത്രം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഇതിന് മുന്നേ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നായകന് ശേഷം ഏറ്റവും ബെസ്റ്റ് പോസ്റ്റർ എന്നുള്ള എനിക്ക് തോന്നിക്കുന്ന ഒരു പോസ്റ്ററാണ് ശരിക്കും എന്താ ഈ കാണുന്ന ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കാത്തു നിൽക്കുന്ന ഒരു കഥാപാത്രത്തിനോട് റിവീൽ ചെയ്തേക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ദ ഡ്രാഗൺ മാൻ. ആരാണ് ഈ ഡ്രാഗൺ വസ്ത്രം ധരിച്ചേക്കുന്നത്, ഈ ഡ്രാഗൺ സിമ്പിളുള്ള വ്യക്തി എന്നുള്ളൊരു കാര്യം ചോദിച്ചുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. ഇതിന്റെ ഫേസ് ഈ ഒരു ഷോട്ടിനകത്തും തിരിച്ചാണ് വെച്ചേക്കുന്നത്. ഡ്രാഗൺ ആണെന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായിട്ടൊരു ഉറപ്പായിട്ടുണ്ട്. കാരണം ഇതൊരു ചൈനീസ് കണക്ഷൻ അല്ലെങ്കിൽ ജാപ്പനീസ് കണക്ഷനുള്ള ഒരു വ്യക്തിയാണെന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ ഒരു ഡ്രാഗണിന്റെ സിമ്പിലൂടെ കൊടുത്തേക്കുന്നത്. കാരണം ആ ഒരു ഡ്രാഗൺ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ് ജാപ്പനീസ് സംസ്കാരം അനുസരിച്ചും യക്കൂസയുടെ കണക്ഷൻസുകളൊക്കെ വെച്ചിട്ട് ഈ ഡ്രാഗൺ എന്ന് പറയുന്ന സിമ്പിളിന് വലിയ രീതിയിലുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. വീഡിയോ കാണാത്തവർക്ക് പോയി കണ്ടുനോക്കാവുന്നതാണ്. സോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ പോസ്റ്റർ വന്നിരിക്കുന്ന സമയം തൊട്ട് കുറെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഇത് ഇന്ന ആളാന്നുള്ളൊരു കാര്യം. പല ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചെവി കണ്ടിട്ട് ഇത് ആമീർ ഖാൻ ആണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആമീർ ഖാൻ ആണോ ഈ ഒരു ഡ്രാഗണിന്റെ കഥാപാത്രം? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ ഒരു അസംഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആമീർ ഖാന്റെ ചെവി എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ പൊക്കം, ഇദ്ദേഹത്തിന്റെ ആ ഒരു ശരീരത്തിന്റെ ഘടന വെച്ച് നോക്കുന്ന സമയത്ത് ഇത്രയും പൊക്കം അമീർ ഖാന് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അമീർ ഖാൻ ആവാനുള്ള ചാൻസ് കുറവാന്നുള്ള രീതിക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റു ചില ആൾക്കാർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഫഹദ് ഫാസിലിന്റെ പേരാണ്. ഫഹദ് ഫാസിലിന്റെ പേര് പറയുന്ന സമയത്ത് അതിനകത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ yesterday same question somebody asked Prithviraj. He said Fahad Fasil, why we should hide it? ഫഹദ് ഫാസിൽ ഈ സിനിമയ്ക്കകത്ത് ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഫഹദ് ഫാസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയാളുടെ ഫോട്ടോ നേരിട്ട് വെച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. സില്ലി ആയിട്ടുള്ള ആൻസർ ആണ്, അതൊരിക്കലും ഒരു കൺവിൻസിംഗ് ആയിട്ടുള്ള ആൻസർ അല്ല. ഒരു പക്ഷേ ഇല്ല എന്ന് പറഞ്ഞിട്ടും ഇവിടെ പല ആൾക്കാരും വന്നേക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ലിയോ എന്ന് പറയുന്ന സിനിമ LCU അല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല എന്നുള്ള രീതിക്കുള്ള പല പരിപാടികൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവസാനത്തെ LCU ആയിട്ട് മാറിയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ഇവരുടെ സസ്പെൻസ് ആയിരിക്കാം എന്നുള്ള രീതിക്ക് ചിന്തിക്കാം. ഫഹദ് ഫാസിൽ എന്നുള്ള രീതിക്ക് ഇവിടെയുള്ള ഒരു അസംഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഫഹദ് എന്നുള്ള രീതിക്ക് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ആണെന്നും അല്ലാന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ചില സ്ഥലങ്ങളിൽ നോക്കുന്ന സമയത്ത് ഇത് ഫഹദ എന്നുള്ളൊരു കാര്യം തോന്നുന്നു. പക്ഷെ ഫഹദ ആണെന്നുണ്ടെങ്കിൽ മോഹൻലാലിന്റെ ഒരു ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത്, ഖുറേഷി അബ്രാം എന്ന് പറയുന്ന അന്തമാതിരി റേഞ്ച് നിൽക്കുന്ന ഒരാളുടെ ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത് അതിന് പറ്റുന്നൊരു വില്ലനാവാനായിട്ട് സാധിക്കുമോ, പവർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ചിന്തിച്ചറിഞ്ഞത്. മാത്രമല്ല ചൈനീസ് കണക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഫഹദ് ഫാസിൽ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് അത്രമാത്രം കണക്റ്റഡ് ആകും എന്നുള്ളൊരു കാര്യം എനിക്കൊരു ഉറപ്പില്ല. പിന്നെ ടോവിനോടെ പേര് പറയുന്നുണ്ടായിരുന്നു. ടോവിനായിട്ട് എനിക്ക് തോന്നില്ല. കുറെ ആൾക്കാർ മമ്മൂട്ടിയുടെ പേര് പറയുന്നുണ്ടായിരുന്നു. മമ്മൂട്ടി എവിടെയൊക്കെ വന്നാൽ പോലും ഡ്രാഗൺ ഈ മമ്മൂട്ടി അല്ലാതുകൊണ്ടൊരു കാര്യം 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മമ്മൂക്കയുടെ ബോഡി ലാംഗ്വേജ് അറിയാത്ത മലയാളികൾ ഉണ്ടാവും മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന സമയത്ത്. സോ ഇത് മമ്മൂക്ക അല്ലാതുകൊണ്ടൊരു കാര്യം ഉറപ്പിക്കാം. പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്ന ഒരു അസംഷൻ ഉണ്ടായിരുന്നു. അസംഷനാണ് ഇതുവരെ വന്നേക്കുന്ന റൂമേഴ്സുകൾ അനുസരിച്ചും ഇതുവരെ വന്നേക്കുന്ന പല പോസ്റ്റേഴ്സുകളുടെ ഒരു രീതിയൊക്കെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജാപ്പനീസ് ഓർ ചൈനീസ് ഒരു ആക്ടറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്തും ഡ്രാഗണിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ പറയുന്ന സമയത്തും പക്ക അത്യാവശ്യം നല്ല രീതിക്ക് ഫൈറ്റ്സുകൾ അറിയാവുന്ന നല്ല ബോഡി ലാംഗ്വേജ് ഉള്ള ഒരാളാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മുൻപേ തന്നെ ഒരു റൂമർ ഉണ്ടായിരുന്നു
റിക്യൂൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്, അയാളുടെ കഥാപാത്രമാണ്. ഇപ്പൊ വന്ന് മലയാളികൾ നേരെ അയാളുടെ പ്രൊഫൈലിൽ പോയിട്ട് ഇമാതിരി ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചേക്കുന്നത്, തിരിഞ്ഞു നിൽക്കട എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. സോ പല ആൾക്കാരുടെ അസംഷനുള്ള അനുസരിച്ചും ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു പോള് വന്നേക്കുന്നത് റിക്യൂൻ എന്ന് പറയുന്ന ഒരു പേര് തന്നെയാണ്. ഇവിടെ ആ ഡ്രാഗൺ നിൽക്കുന്ന ആ ഒരു സിമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 എന്നാണ് ആ ഒരു സിമ്പിൾ കാണിക്കുന്നത്. അതായത് 2 days ഓൺലി എന്നുള്ള രീതിക്കുള്ള ഒരു ഹിഡൻ ഡീറ്റെയിൽ കൂടി അതിനകത്ത് ഒളിഞ്ഞെടുക്കുന്നുണ്ട്. പല ആൾക്കാരും നോട്ട് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലാത്തവർക്ക് വേണ്ടി പറയാണ് 2 days എന്നുള്ള രീതിക്കാണ് ഇതിന് പോസ്റ്റ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡ്രാഗൺ നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 days എന്നുള്ള രീതിക്ക് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഖുറേഷി ആൻഡ് അബ്രഹാം എന്ന് പറയുന്നത് 2 പേരാണോ എന്നുള്ളൊരു ഇതുവരെ പല ആൾക്കാരും ചിന്തിക്കാത്തൊരു ചോദ്യം. അത് ഇപ്പൊ സത്യമാവോ എന്നുള്ള രീതിക്കുള്ള അസംഷൻസുകളാണ് ശരിക്കും ലൂസിഫർ സിനിമയ്ക്കകത്ത് തന്നെ അവർ പണി വെച്ചേക്കുന്നത്. കാരണം സിനിമ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടുവെക്കാം. എന്തായാലും സിനിമ നിങ്ങൾ L2 കാണാൻ പോകുന്ന സമയത്ത് ഇതൊന്നും കണ്ടിരിക്കുന്നതായിരിക്കുമല്ലോ. കാണുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെയുള്ള ഷോട്ട് ഒന്ന് കണ്ടുനോക്കിയാൽ മതി, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾ വായിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ, മൈക്രോ സെക്കൻഡിൽ നിങ്ങൾ അത്ര ഫോക്കസ്ഡ് ആയിട്ട് പോസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് കത്തിയതായിരുന്നു, അതുകൊണ്ട് പറഞ്ഞാണ്. സോ അതിനകത്ത് പറയുന്ന അനുസരിച്ച് CIA, M16 പറയുന്ന പല ഏജൻസികളുടെ റൂമറുകൾ അനുസരിച്ചും അവരുടെ ഒരു ഇൻഫോർമേഷൻ അനുസരിച്ച് ഇത് ഒരാളല്ല 2 ആളാണെന്നുള്ള രീതിക്കുള്ള അസംഷൻസുകളാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. US അല്ല മെയിൻ ആയിട്ട്, ഒരുപാട് രാജ്യങ്ങൾ ഇയാളെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ US അല്ല ഇയാളുടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയായിരുന്നു. US ആണ് ഇയാൾ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. USും പല രാജ്യങ്ങളും ഇയാളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, മൊസാദ് പോലുള്ള ഏജൻസികളൊക്കെ ഇയാളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണ്, യൂറോപ്പിലുള്ള പല സ്ഥലങ്ങളിലുള്ള പല രാജ്യങ്ങളാണ് ഇയാളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഖുറേഷി അബ്രഹാമിനെ തേടിക്കൊണ്ടിരിക്കുന്നത്, ഹണ്ട് ചെയ്യാനായിട്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്ക് ഇതുവരെയുള്ള അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് എമ്പുരാൻ ടീമിന്റെ ഭാഗത്തു നിന്ന് ഒരു കിടിലൊരു പാട്ട് വന്നായിരുന്നു. പാട്ട് എന്ന് പറയുന്ന സമയത്ത് ലിറിക്കൽ വീഡിയോ ആയിരുന്നു. പക്ഷെ ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഫോർമേഷൻസുകൾ പുറത്തേക്ക് വിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം എങ്ങനെയാണ് ഖുറേഷി അബ്രഹാമായിട്ട് കണക്റ്റഡ് ആയെന്നുള്ളൊരു കാര്യം കാണിക്കുന്ന രംഗത്തിന്റെ ഒരു പാട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയ്യിദ് മസൂദിന്റെ ചൈൽഡ്ഹുഡിൽ അയാൾക്ക് ഒരുപാട് ട്രോമകൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ ട്രോമയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഇദ്ദേഹമായിരിക്കാം. നമ്മൾ മുൻപ് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇയാൾ ഒരു പക്ഷേ ഈ IUFനെതിരായിട്ട് നിൽക്കുന്ന പാർട്ടിയുടെ ആളായിരിക്കാം എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പാർട്ടിയുടെ കൂടി ഒരു അപ്ഡേറ്റ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സയ്യിദ് മസൂദ് അയാളുടെ ചൈൽഡ്ഹുഡിൽ അയാൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തേക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത്, ഒരു ആന്റഗണിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഈ ഒരാളാന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ സയ്യിദ് മസൂദ് എങ്ങനെ ഖുറേഷി അബ്രഹാമായിട്ട് കണക്റ്റഡ് ആയി എന്നുള്ള കാര്യം പറയുന്ന രീതിയിലും, ഒപ്പം തന്നെ സയ്യിദ് മസൂദ് എങ്ങനെ അവർക്കെതിരെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു, എങ്ങനെ അവർക്കെതിരെ തിരിച്ചടിച്ചു, ഖുറേഷി അബ്രഹാമിനെ കൂടെ ചേർന്നുകൊണ്ട് എങ്ങനെ അവർക്കെതിരെ തിരിച്ചടിച്ചു എന്നുള്ള രീതിക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ തരുന്ന തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റ് വെച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഇപ്പോൾ നിലവിൽ പുറത്തേക്ക് വന്നേക്കുന്നത്. പാട്ട് നല്ല കിടില പാട്ടായിട്ട് എനിക്ക് തോന്നി, നല്ല രസമുള്ള പാട്ട് തന്നെയായിരുന്നു. കാരണം മലയാളത്തിൽ നിന്ന് ദീപക് ദേവ് ഒരു പാട്ട് ഇറക്കി വിടുന്ന സമയത്ത് അയാൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പാട്ടുകൾ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യത്തിന് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു ടോപ്പ് നോച്ച് കുറേ ആൾക്കാർക്ക് ഒരു അഭിപ്രായം ഉണ്ടല്ലോ, ഓക്കെ രവി ബസൂർ വരായിരുന്നു, അവർ വരായിരുന്നു, ഇവർ വരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതിനെല്ലാം വലിയ തരത്തിലുള്ള സാധനം ഉണ്ടാക്കാനായിട്ട് പുള്ളി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിന് എനിക്ക് തോന്നിയത്. സോ എന്തായാലും ഇതുവരെ വന്നിരിക്കുന്ന അപ്ഡേറ്റുകളെല്ലാം ഗംഭീരം തന്നെയാണ്. ആരാണ് ആ ഡ്രാഗൺ എന്നുള്ളൊരു കാര്യം, ആ റിയൽ ഫേസ് കാണാനായിട്ട് ഞാനും പേഴ്സണലി ഭയങ്കര വെയിറ്റിംഗ് ആണ്. ആൻഡ് അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന കഥാപാത്രം 2 ആളാണോ എന്നുള്ളൊരു കാര്യത്തിന്റെ റിവീലേഷൻ കൂടി അറിയാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. പല പേരുകൾ കൂടെ പറയാം, മമ്മൂക്കയാണോ അല്ലെങ്കിൽ കമൽഹാസനാണോ എന്നുള്ള പല പേരുകൾ കൂടെ വേണമെങ്കിൽ പറഞ്ഞു പോവാം. പക്ഷേ അതൊന്നും പറഞ്ഞു പോകാനായിട്ട് നമുക്കിപ്പോൾ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടത്തിന്റെ ഒരു ബഡ്ജറ്റ്, കമൽഹാസനൊക്കെ വാങ്ങിക്കുന്ന ഒരു പടത്തിന്റെ ബഡ്ജറ്റ്, അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി വളരെ കൂടുതലാണ്. സോ അദ്ദേഹത്തിന്റെ പേരൊന്നും ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഒരു വലിയൊരു സ്റ്റാർ ആയിരിക്കാം, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കാം അബ്രഹാം ഖുറേഷിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ നെക്സസിനകത്ത് ഉണ്ടായിരുന്ന 2ാമത്തെ ഹെഡ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. എന്തിനാണെങ്കിലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഖുറേഷി ആൻഡ് അബ്രഹാം എന്ന് പറയുന്ന 2 പേരാണോ? ഈ ഡ്രാഗൺ ആരെന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. റിക്യൂനയുടെ പേരുകൾ താഴേക്ക് വരട്ടെ, ഒരുപാട് പേര് കമന്റ് ചെയ്യട്ടെ. നമുക്ക് ഒരു സിനിമയ്ക്ക് ഡിസ്കഷൻസുകൾ ഉണ്ടെങ്കിലാണ് ആ സിനിമ നമുക്ക് കൂടുതൽ കാണാനായിട്ട് എക്സൈറ്റ്മെന്റ് ഉള്ളൂ. ഡിസ്കഷൻസുകൾ ഇല്ലാത്ത 10-30 സിനിമകൾ കഴിഞ്ഞ മാസം വന്നു പോയിട്ട് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു വലിയ സിനിമ വരുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഇൻഫോർമേഷൻ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു കാര്യം പല ആൾക്കാർക്ക് അറിയാത്തവർക്ക് പോലും ഇപ്പോൾ ലൂസിഫർ പോയി കണ്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ചിന്തിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ഇൻഫോർമേഷൻസുകൾ, ഒപ്പം തന്നെ ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് തന്നെ കണ്ടാൽ മാത്രം മതി. എനിവേസ് ഒരുപാട് പേര് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യാനായിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ലിമിറ്റഡ് ടൈം വെച്ചുകൊണ്ട് നല്ല കണ്ടന്റുകൾ കിട്ടുകയാണെങ്കിൽ മാത്രം ചെയ്യാനുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വീഡിയോസുകൾ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഡിസ്റ്റിൽ ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. എന്തിനാണെങ്കിലും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് ഒരു വലിയൊരു നന്ദി ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ഈ സമയത്ത് പറയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭ്യമായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡാൻസ് ബേസ് സൈനിങ് ഔട്ട്.